ബാക്കി വന്ന മെഴുക്കുവരട്ടി എന്ത് ചെയ്യും നിങ്ങൾ? ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വരൂ, നമുക്ക് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം. ഇവിടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ് എടുത്തേക്കുന്നത്. 1/2 കപ്പ് വേണം, 2 മുട്ട വേണം, ചുവന്നുള്ളി ആവശ്യത്തിന്, ഉപ്പ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അധികം ചേരുവകൾ ചേർക്കാം ഓംലെറ്റിന്. ഇതിപ്പോൾ മെഴുക്കുവരട്ടിയായിട്ട് ചെയ്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇതിനകത്ത് ചേർക്കുന്നില്ല, ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് മെഴുക്കുവരട്ടി കുറച്ച് ചേർക്കാം, 1 കപ്പിൻ്റെ പകുതി ചേർക്കാം. 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ചുവന്നുള്ളി ഇടാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റാണ്. ഇനി കുറച്ച് ഉപ്പ് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. നന്നായിട്ട് ഇനി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ബുൾസ ഉണ്ടാക്കാം. ബുൾസ ഉണ്ടാക്കാനുള്ള നമുക്കറിയാമല്ലോ, ബുൾസ സാധാരണ എങ്ങനെ ഉണ്ടാക്കുന്നത്, മുട്ട പൊട്ടിച്ച് നേരെ അങ്ങ് ഒഴിക്കുകയാണ്. പക്ഷേ ഇവിടെ ഞാൻ ബുൾസ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്. 1 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. ആദ്യം മുട്ട പൊട്ടിക്കുക. ഞാനതുപോലെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിനെ ഇതിൽ ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എരിവ് അനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വേറെ വെജിറ്റബിൾസ് ചേർക്കാം. പെട്ടെന്ന് സിമ്പിളായിട്ട് ഞാൻ ചെയ്യുവാണ്. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇത് ബീട്രൂട്ടിൻ്റേതായിട്ടുള്ള ഒരു ഓംലെറ്റും ബുൾസയായിട്ടാണ് ചെയ്യുന്നത്. നമുക്കിനി ഓംലെറ്റ് ബുൾസയും റെഡിയാക്കാം. പാൻ ഞാൻ വെച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഓംലെറ്റ് തയ്യാറാക്കാം. ആദ്യം ഓംലെറ്റ് തയ്യാറാക്കാം. അതിനായി ഞാൻ കുറച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുക ഒരുപോലെ. ഇനി നമുക്ക് നല്ല കളർഫുള്ളായിട്ടൊരു ഓംലെറ്റാണ്. നമുക്ക് ഇതൊന്നും വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചാൽ നല്ലതായിരിക്കും, പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പം ഞാനതൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റിൻ്റെ ഒരു സൈഡൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. അപ്പം നമ്മൾ അടുത്ത സൈഡും തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ തുറന്ന് തന്നെ കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു മിനിറ്റ് മാത്രം മതി. എളുപ്പവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ഓംലെറ്റ് തയ്യാറാവുന്നതാണ്. അപ്പോൾ മെഴുക്കുവരട്ടി ഇതുപോലെ ബാക്കി വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ ചെയ്ത് നോക്കാം. ഓംലെറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ബുൾസ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ബുൾസ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ വെള്ളയും മഞ്ഞയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വെള്ളയാണ്. ഇത് വെള്ള മാത്രമായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ബുൾസ തയ്യാറാക്കാം.
എണ്ണ ഒഴിച്ചു. കല്ല് നന്നായിട്ട് ചൂടായിട്ടിട്ടുണ്ട്. അപ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മൾ ബുൾസയാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഇത് കറക്റ്റ് പൊസിഷനിൽ തന്നെ കൊടുക്കുക. കണ്ടോ? ഈ രീതിയിൽ നമ്മൾ വെക്കുക. അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ബുൾസ കിട്ടും. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഓംലെറ്റും ബുൾസയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഇത് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ബുൾസ എന്തായെന്ന് നോക്കാം, തുറന്ന് നോക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഓംലെറ്റും നല്ല ചൂട് ബുൾസയും തയ്യാറായിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, എൻ്റെ വീഡിയോസിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.